വേണം നമുക്കും ഒരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാലറൊപ്പം റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളുടെ ഭാഗമായി പാലക്കാട് ജില്ലാതല എഡ്യൂടെക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ടാലറൊപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത കോൺക്ലേവ് നൽകിയത്. ചോദ്യങ്ങൾ ചോദിച്ചും അറിഞ്ഞും അനുഭവിച്ചും പഠിക്കുന്നതിന് വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തമാക്കുകയാണ് വേണ്ടതെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദ്യം നമ്മളെല്ലാവരും ഉത്തരം പറയാൻ രക്ഷിതാക്കളാണ്, അധ്യാപകന്മാരാണ്, ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധന്മാരാണ്, എല്ലാവരും മറുപടി പറയട്ടെ. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാപ്തരാക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ടെക്നോളജി എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ടാലറോപ്പ് അട്ടപ്പാടിയിൽ ആരംഭിച്ച അട്ടപ്പാടി മിഷന്റെ കീഴിൽ എഞ്ചിനീയറിംഗ് കരിയറിൽ എത്തിയവരുടെ സാന്നിധ്യവും കോൺക്ലേവിനെ ശ്രദ്ധേയമാക്കി. അട്ടപ്പാടി മിഷന് സമാനമായി ഓരോ ഊരിലും ഇങ്ങനെ ടെക്നോളജി എക്സ്പേർട്ടുകളായ യുവാക്കളെ വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ അടിസ്ഥാന വിഭാഗങ്ങളിൽ തുടങ്ങി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. സ്വന്തം നിലക്ക് എഞ്ചിനീയേഴ്സായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇതൊരു വലിയ സന്ദേശമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ഊരിലും ഇങ്ങനെ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ സാധിച്ചാൽ വളരെ പിന്നോക്കം നിൽക്കുന്ന എന്ന ഒരു പേര് ദോഷമുള്ള അട്ടപ്പാടിക്ക് പോലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവച്ചു. കേരളത്തിന് ആഗോള സാധ്യതകളെ ഉൾക്കൊള്ളുന്നതിന് സഹായകമായൊരു ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയെ പരിചയപ്പെടുത്തുന്നതായിരുന്നു തുടർന്ന് നടന്ന പാനൽ ഡിസ്കഷൻ. ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ പ്രാപ്തമാക്കാൻ കഴിയുന്ന, അവരുടെ ആശയങ്ങളെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളർന്നു വരേണ്ടതെന്ന് റിപ്പോർട്ടർ TV കൺസൾട്ടന്റ് എഡിറ്ററും അക്കാദമിക് വിദഗ്ധനുമായ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. അടിസ്ഥാനമായി വിദ്യാഭ്യാസം പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിനോടൊപ്പം കളരികൾ വേണം. ഞാനെതിരെ കളരി എന്ന വാക്കാണ് സൂചിപ്പിക്കുക. ഈ കളരികളാണ് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികളെയും മാധ്യമ മേഖലയിലേക്ക് എത്തിയത്. ആ കളരികൾ നയിക്കാൻ ശേഷിയുള്ള മനുഷ്യരുണ്ടോ എന്നതാണ് ചോദ്യം. അതിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ എക്കോസിസ്റ്റത്തിലേക്ക്, കളരികളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ സിലബസിനപ്പുറം നമുക്ക് കഴിയുമോ? അവിടെയാണ് ടാലറോപ്പിന്റെ ഒരു ആശയം ഒരു സുവർണാവസരമായ റിപ്പോർട്ടറിന് മനസ്സിലാവുന്നത്. ആ സുവർണാവസരം എന്ന് പറയുന്നത് ടാലറോപ്പ് ഇപ്പോൾ എഡ്യൂക്കേഷനിലെ ടെക്നോളജി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലുമായി ബന്ധപ്പെട്ട ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നു. ഇത്തരത്തിലൊരു ഇക്കോസിസ്റ്റം നിലനിന്നതിനാലാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കിയ സിലിക്കൺ വാലിയിൽ നിന്നും ജെഫ് ബെസോസ്, മാർക്ക് സുക്കർബർഗ് പോലുള്ളവർ ഉയർക്കൊണ്ടതെന്ന് ടാലറോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജമുദ്ദീൻ പറഞ്ഞു. മാർക്ക് സുക്കർബർഗ് അല്ലെങ്കിൽ ആമസോൺ ഉണ്ടാക്കിയ ജെഫ് ബെസോസ് അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ് ആവട്ടെ, ഇലോൺ മസ്ക് ആവട്ടെ, അലിബാബ ഉണ്ടാക്കിയ ജാക്ക് മാ ആവട്ടെ, ഇവരെല്ലാവരും നമ്മുടെ സ്കൂളിലുണ്ട്, നമ്മുടെ കോളേജിലുണ്ട്. അതായത് മാർക്ക് സുക്കർബർഗിനെക്കാളും ഇന്റലിജന്റ് ആയിട്ടുള്ള മാൻ പവർ നമ്മുടെ ക്യാമ്പസിലുണ്ട്. പക്ഷെ എവിടെയും നമ്മുടെ ഫേസ്ബുക്ക് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മാർക്ക് സുക്കർബർഗ് എന്നുള്ള 19 വയസ്സുകാരൻ ഫേസ്ബുക്ക് എന്നൊരു കോൺസെപ്റ്റുമായിട്ട് അമേരിക്കയിലെ കാലിഫോർണിയ എന്നുള്ള സ്റ്റേറ്റിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുത്ത സിലിക്കൺ വാലിയിലേക്ക് വരുമ്പോൾ ആ 19 വയസ്സുകാരൻ്റെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അവനൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ, അവന് ടീം ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ, അവന് ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ, അവന് ഫണ്ട് കൊടുക്കാൻ, അവൻ്റെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ, അത് സ്കെയിൽ ചെയ്യാൻ അവിടെ ഒരു വലിയ എക്കോസിസ്റ്റം അവനുണ്ടായിരുന്നു, മാർക്ക് സുക്കർബർഗിനുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നത്. ജെഫ് ബെസോസ്, ആമസോൺ എന്നുള്ള ആശയം കൊണ്ടുവരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരു സിലിക്കൺ വാലി ഉണ്ട് എങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടി ഇവിടുത്തെ കുടിൽ വ്യവസായങ്ങളെ മുഴുവൻ എനിക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അലിബാബ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ
എന്ത് എക്കോസിസ്റ്റമാണ് നമുക്ക് ആ കുട്ടിക്ക് കൊടുക്കാനുള്ളത്? ലോകം ഒരു ഗ്രാമമായി മാറുമ്പോൾ ലോകം ആവശ്യപ്പെടുന്ന തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത സമൂഹം പിന്നാക്കം പോകുന്നുവെന്ന റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ ചൂണ്ടിക്കാട്ടി. ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ സിറ്റിയായി പോയി, ഒരു എൻറ്റിറ്റിയായി മാറും. നമുക്ക് ബോർഡറുകളില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യേണ്ടിയിരിക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. ടാൽഡ്രോപ്പ് കോ-ഫൗണ്ടർ ആൻഡ് CEO ഷമീർ ഖാൻ സ്വാഗതം പറഞ്ഞ കോൺക്ലേവിൽ കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ മണി, IIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപക് രാജേന്ദ്ര പ്രസാദ്, പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഷാജി കെ തയ്യൽ തുടങ്ങിയവരും പങ്കെടുത്തു. ടാൽഡ്രോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടിക്കറ്റ് സ്കൂൾ, എക്സ്പീരിയൻസോടുകൂടി തൊഴിൽ ഉറപ്പ് നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസുകളിലേക്ക് എത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രൊജക്റ്റുകളുടെ പ്രസന്റേഷനും നടന്നു. റിപ്പോർട്ടർ പാലക്കാട്.